ദീപം ദീപം കിട്ടിയ കൊല്ലി ഞാൻ. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യടാ സിനിമ പാട്ടൊന്ന്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലല്ലോ. 10ഓ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതിന്ന്. കണക്കറിഞ്ഞൂടെ പിശാശിന്. ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നോളൂ കേട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. പോയത് പോട്ടെ എന്ന്. ഇത്തവണയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കൂന്ന് പറഞ്ഞല്ലേ? തുറലാശം പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റിയുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തയാക്കിയില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്പോട്ട് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങി. ഇല്ലെങ്കിൽ ഒരു കോലിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. കരഞ്ഞാ കോയിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോയിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങുവേണ്ടേ? പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? തള്ളവരല് അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. ചിരിക്കുകയാണോ കരയുകയാണോ? ആ ബൈ ദ ബൈ, എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. ആരാണ് ബേബി? ഞാനാണ് സാർ ബേബി. ഇത് എന്റെ പേര് മേരി എന്നാണ് സാറേ. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്. മേരിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ട് സാറേ. ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്. അതെ, നിങ്ങളിങ്ങനെ പോലീസ് സ്റ്റേഷനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. കനകാമ്പരൻ അല്ലേ? കനകാമ്പരൻ ഞങ്ങൾ അയലന്തരത്തുകാരനാണ് സാറേ. അവൻ രാവിലെ എന്റെ ഭർത്താവും മക്കളും വയ്ക്കാൻ പപ്പ കുളിക്കണം. കുളിക്കുന്നത് തെറ്റല്ലല്ലോ. കുളിക്കാണ്ട് കുഴപ്പമില്ല സാറേ. വെയില് കിട്ടിയിട്ടില്ല, അത് കിട്ടൂല. കുളിമുറി കിട്ടാൻ പറഞ്ഞാൽ അത് കിട്ടൂല. അവൻ ഞങ്ങളുടെ വീടിന്റെ മറ്റേ വന്നത് കുളിക്കണം. എല്ലാം കാണിച്ചു തന്നിട്ടാണ് അവൻ കുളിക്കുന്നത് സാറേ. അപ്പൊ പിന്നെ അങ്ങോട്ട് നോക്കണ്ടിരുന്നാ പോരെ? നോക്കാതിരുന്ന ശൂശൊന്നും വിളിക്കുമല്ലോ. എന്റെ വീട്ടിൽ ആരുമില്ല, ഈ ഭാര്യ പിള്ളേർ അങ്ങനെ ആരും. അവനെല്ലാവരും ഇങ്ങനെ കാണിച്ച് അവന്റെ ഭാര്യ ഇട്ടേച്ചും പോയി കളഞ്ഞു. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ ഇരിക്കണല്ലേ. കാണാനൊന്നും കൊള്ളില്ല സാറേ. കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓ സാറേ, ഒരു തോർത്തുണ്ടായിരുന്നു വീരാനിക്കാക്ക് കിട്ടിയത്. കുടുംബപരമായിട്ട് കിട്ടിയ തോർത്താ. ഈ തോർത്ത് ഒരു ദിവസം വീരാനിക്ക വന്ന് നോക്കിയപ്പോ കീറിയിരിക്കണം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചത് ആരാടെ ഈ തോർത്ത് കീറിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞപ്പൻ കീറിയാന്ന് പറഞ്ഞു. ഇത് തന്നെ വീരാനിക്കൻ ചോദിച്ചേ അതാരാന്ന്. പിന്നെ അത് ചോദിച്ചിട്ട് പുള്ളി അവന്റെ പ്രശ്നമായി. ഞാൻ പറഞ്ഞു എന്റെ മനുഷ്യനെ ഇത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കീറിയാന്ന്. അപ്പൊ പുള്ളി പറയാ ആഹാ, ഈ കുളിക്കണ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീറണമെങ്കിൽ നീയും കുഞ്ഞപ്പനും തമ്മിലുള്ള ബന്ധം എന്താ? അതാണ് അറിയേണ്ടത്. അങ്ങനെ പ്രശ്നമായി. വഴക്കാട് മൂത്തില്ല, എന്നെ ഇടിക്കുന്നുള്ള നിലയെത്തിയപ്പോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ തോർത്ത് കൊടുത്തോണ്ട് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് കുളിക്കുകയായിരുന്നു. അപ്പൊ സോപ്പ് കയ്യിൽ നിന്ന് വെള്ളത്തിൽ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ കൂടി കയറി പോയത് അങ്ങനെ. ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഡാൻസ് നടക്കുമ്പോ പുകയുണ്ടല്ലോ നിറച്ചിട്ടോളണം. ഒരു സാധനം പോലും ആൾക്കാർ കാണരുത്.